വിഷ്ണു ഒരു അന്യജാതി പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് അവൻ ഗ്രാമത്തിൽ നിന്നും പോകണമെന്ന് ഒരു ശിക്ഷയും കിട്ടി. വിഷ്ണുവും അപർണയും മകൾ പല്ലവിയോടൊപ്പം ഒരു നദിയുടെ കരയിൽ ജീവിച്ചു വന്നു. ദിവസവും അതിരാവിലെ വിഷ്ണു കൂലിപ്പണി ചെയ്യാനായി ഗ്രാമത്തിൽ നിന്നും പുറത്തു പോയിക്കൊണ്ടേയിരിക്കും. വഴിയിൽ അവൻ പല്ലവിയെയും അവളുടെ സ്കൂളിൽ വിടുമായിരുന്നു. ഇവിടെ വീട്ടിൽ അപർണ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. വീട്ടുജോലികളെല്ലാം തീർത്തു കഴിഞ്ഞിട്ടും അവൾക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ നദിയിൽ നിന്നും മീൻ പിടിക്കുമായിരുന്നു. ദിവസവും ഇങ്ങനെ മീനുകളെ പിടികൂടി അപർണ ഈ ജോലിയിലൊരു എക്സ്പേർട്ടായി മാറി. ഇപ്പോൾ അവൾക്ക് തന്റെ കൈകൾ കൊണ്ട് തന്നെ മീൻ പിടികൂടാൻ പറ്റുന്നുണ്ട്. ഇന്ന് വളരെ നല്ല ദിവസമാ. വീട്ടിൽ ചെന്ന് ഞാൻ മീൻ വറക്കും. അപർണ ആ നദിയിൽ നിന്നും പിടികൂടിയ എല്ലാ മീനുകളെയും വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി നല്ലതുപോലെ ശുദ്ധീകരിച്ച് പാകം ചെയ്യുമായിരുന്നു. ഇതിന്റെ മണം വളരെ നന്നായിട്ടുണ്ട്. ഇതിന്റെ രുചിയും നന്നായിരിക്കുമെന്ന് തോന്നുന്നു. വൈകുന്നേരം വിഷ്ണുവും പല്ലവിയും വീട്ടിലേക്ക് വരുമ്പോൾ അപർണ അവർക്ക് വേണ്ടി ഭക്ഷണമുണ്ടാക്കി കൂടെ മീനും വിളമ്പിക്കൊടുത്തു. രുചിച്ച് നോക്കിയിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. അമ്മേ, ഇതിൽ രുചിച്ചു നോക്കാൻ എന്താ ഉള്ളേ? നിങ്ങൾ ചെയ്തെങ്കിൽ വളരെ നന്നായിരിക്കും. ഓ അതെയോ? അതെ അമ്മേ. നിങ്ങൾ ഉണ്ടാക്കുന്ന മീനുകളൊക്കെ എന്റെ സ്കൂളിലേക്ക് അയക്കില്ലേ? അപ്പോഴേക്ക് എന്റെ ഫ്രണ്ട്സ് അത് വിടാതെ കഴിക്കും. നിങ്ങളുടെ അമ്മ വളരെ നന്നായി മീനുണ്ടാക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല കാര്യം. അതെ അതെ, നിന്നെ പോലെ ആർക്കും തന്നെ മീൻ കറി വെക്കാനേ സാധിക്കില്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. മീനെന്ന് പറഞ്ഞതും എനിക്കൊരു കാര്യം തോന്നി. ഞാൻ കുറെ മീനുകൾ പിടിച്ച് അത് മാർക്കറ്റിൽ വിൽക്കാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് പൈസയും കിട്ടും. ആ, നിനക്ക് വിൽക്കാം. നീ നന്നായി മീനുകളെ പിടികൂടുമല്ലോ. അപ്പൊ നാളെ മുതൽ ഞാൻ പണി തുടങ്ങാം. അടുത്ത ദിവസം അപർണ ഒരുപാട് മീനുകളെ പിടികൂടി. എന്നിട്ട് ആ മീനുകളെല്ലാം ഒരു കുട്ടയിലാക്കി മാർക്കറ്റിലേക്കും പോയി. നല്ല നല്ല മീനുകൾ. ഇന്നാണ് നദിയിൽ നിന്ന് പിടിച്ച മീനുകൾ. നല്ല വെള്ളത്തിൽ നിന്ന് എടുത്ത മീനാണോ? ഹാ ചേച്ചി, ഇതൊക്കെ നദിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനുകളാണ്. ഇല്ല ഇല്ല, എനിക്ക് വേണ്ട. ഒരുപാട് ആൾക്കാർ അപർണയുടെ മീൻ കണ്ട് അടുത്തേക്ക് വന്നു. എന്നാൽ കുറച്ചുപേർ മാത്രമേ മീൻ വാങ്ങിയുള്ളൂ. ഇത് കണ്ട് അപർണ ഒരുപാട് വേദനിച്ചു. സാരമില്ല, ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ. ചിലപ്പോ കുറച്ച് ദിവസം കഴിഞ്ഞാ എന്റെ മീനുകളൊക്കെ വിറ്റുപോകും. അപർണ തന്നെത്താനെ സമാധാനപ്പെടുത്തി. പിന്നെ കുട്ടയും എടുത്ത് അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസവും അപർണ നല്ല നല്ല മീനുകൾ പിടികൂടി. എന്നിട്ട് അത് വിൽക്കാനായി മാർക്കറ്റിലേക്കും പോയി. മീൻ വാങ്ങിക്കോളൂ, നല്ല നല്ല മീനുകൾ. ഇന്നും അവസ്ഥ അത് തന്നെ. മീനുകൾ അധികം വിറ്റതേയില്ല. ഇങ്ങനെ ഒരുപാട് ദിവസം സംഭവിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അപർണയുടെ മനസ്സ് വേദനിച്ച് അവൾ ഒരുപാട് ദുഃഖിതയായി. അവൾ മീനുകൾ നിറച്ച കുട്ടയുമായി തിരിച്ച് വീട്ടിലേക്ക് വന്നു. വളരെ വിഷമത്തോടെ അവൾ പാചകം ചെയ്തു. വിഷ്ണു വീട്ടിലേക്ക് വന്നപ്പോൾ അപർണ അവിടെ ഇരിക്കുന്നത് കണ്ട് അപർണയുടെ മൂഡ് ശരിയല്ല എന്നവന് മനസ്സിലായി. അപർണ, എന്തു പറ്റി? മീൻ വിറ്റ് കുറച്ച് പൈസ സമ്പാദിക്കാമെന്നാണ് വിചാരിച്ചേ. പക്ഷെ ആരും എന്റെ മീനുകൾ വാങ്ങുന്നേയില്ല. നിനക്ക് മീൻ വിൽക്കുന്നതിന് പകരം മീൻ കറി വിറ്റുകൂടെ? ആ, എല്ലാവരും വാങ്ങിക്കോളും. എന്താ ഏട്ടാ, കളിയാക്കുകയാണോ? അയ്യോ, അല്ല അല്ല, ഞാൻ ശരിക്കും പറഞ്ഞതാണ്. നീ വെച്ചുണ്ടാക്കുന്ന മീൻ കറിക്ക് എന്ത് രുചിയാണെന്ന് നിനക്കറിയാമോ? എന്നിരുന്നാലും മീനിനെ പിടികൂടുന്നത് നീയല്ലേ. അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്കും നിനക്ക് വിൽക്കാം. നീ നന്നായി ഒന്ന് ആലോചിക്കേ. വിഷ്ണു ഇങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഇപ്പോൾ അപർണയും വിഷ്ണു പറഞ്ഞത് ഓർത്തുകൊണ്ടേയിരുന്നു. എല്ലാവരും എന്റെ മീൻകറി പുകഴ്ന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഞാൻ ഒരു വട്ടം ശ്രമിച്ചു നോക്കിയേക്കാം. എങ്ങനെയായാലും എനിക്ക് പൈസ സമ്പാദിച്ചാൽ മതിയല്ലോ. മീനുകൾ വിറ്റ് അല്ലെങ്കിൽ മീൻകറി വിറ്റ് എന്തായിരുന്നാലും എന്താ. ഇപ്പോൾ അപർണയുടെ മുഖത്തൊരു പുഞ്ചിരി വന്നു. അവൾ വീണ്ടും ഒരു തവണ കൂടി ശ്രമിച്ചു നോക്കാമെന്ന് തീരുമാനിച്ചു. അടുത്ത ദിവസം അപർണ നല്ല മീനുകൾ പിടികൂടി അതെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് പാകം ചെയ്തുകൊണ്ടിരുന്നു. പാചകം ചെയ്തതിന് ശേഷം അപർണ ഒരു പാത്രത്തിൽ മീനുകളെല്ലാം വെച്ചു. പിന്നെ മറ്റൊരു പാത്രത്തിൽ ഫ്രൈസും വെച്ചു. പിന്നെ അവൾ ഒരു സഞ്ചിയും എടുത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടു. അപർണ മാർക്കറ്റിൽ എത്തി. മീൻ കറി വെറും 25 രൂപയിൽ മീൻ കറി. മീൻ പാത്തെന്ന് കേട്ടതും കസ്റ്റമേഴ്സ് എല്ലാവരും വരാൻ തുടങ്ങി. ഈ മീൻ ഫ്രഷ് അല്ലേ?
അതെ, ഇന്ന് രാവിലെ പിടിച്ചതാണ്. ശരി ശരി, എനിക്ക് ഒരു പ്ലേറ്റ് തരൂ. അപർണയപ്പോൾ അയാൾക്ക് ഒരു പ്ലേറ്റ് മീൻ ബാത്ത് കൊടുത്തു. അയാൾ അവിടെ തന്നെ നിന്ന് അത് മുഴുവനും കഴിച്ചു തീർത്തു. ആ മീനിന്റെ മണം അവിടെ മുഴുവനും പടർന്നു. അത് കാരണം വീണ്ടും കുറച്ചുകൂടി കസ്റ്റമേഴ്സ് അപർണയുടെ അടുത്ത് വന്നു. എനിക്കും ഒരു പ്ലേറ്റ് തരൂ. ആ ശരി. കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു. അപർണയും അവർക്ക് മീൻ ബാത്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അവൾ ഒരുപാട് സന്തോഷിച്ചു. ഓരോ പ്ലേറ്റിനും അവൾക്ക് 25 രൂപയും കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിനുള്ളിൽ അവളുടെ മീൻ ബാത്ത് മുഴുവനും കാലിയായി. അങ്ങനെ അവൾ വീട്ടിലേക്കും പുറപ്പെട്ടു. വൈകുന്നേരം വിഷ്ണു വീട്ടിൽ വന്നതും അപർണ പല്ലവിക്കും അവനും ജിലേബിയും കൊടുത്തു. ജിലേബി? അയ്യോ, ഇതെന്താ സ്പെഷ്യൽ ആണല്ലോ. നിങ്ങളത് കഴിക്കൂ, പറയാം. 3 പേരും ജിലേബി കഴിച്ചു. പിന്നെ അപർണ ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം വിഷ്ണുവിനോടും പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നിന്റെ മീൻ ബാത്ത് എല്ലാവരും രുചിയോടെ കഴിക്കുമെന്ന്. എനിക്കും കുറച്ച് മീൻ ബാത്ത് ഇട്, ഞാൻ കഴിക്കട്ടെ. അയ്യോ, അതൊക്കെ തീർന്നു പോയല്ലോ. എന്താ? അങ്ങനെ അന്നു മുതൽ അപർണയുടെ മീൻ ബാത്ത് കച്ചവടം വളരെ നന്നായി നടന്നു. അപർണ എപ്പോൾ മാർക്കറ്റിൽ വരുമെന്ന് കസ്റ്റമേഴ്സ് കാത്തു നിൽക്കുന്ന അവസ്ഥയിലായി. ദേ അവിടെ നോക്കൂ, മീൻ കടക്കാരി വന്നു. അവൾ അവിടെ വരുന്നതും അവൾക്ക് ചുറ്റിനും വലിയൊരു കൂട്ടം തന്നെ കൂടും. അവൾ സമ്പാദിച്ച പണം കൊണ്ട് അപർണ അവരുടെ വീടും നന്നാക്കിയെടുത്തു. വിഷ്ണുവും അപർണയെ മീൻ ബാത്ത് ഉണ്ടാക്കി വിൽക്കുന്നതിൽ അവളെ സഹായിക്കുമായിരുന്നു. വിഷ്ണു ഇപ്പോൾ കൂലിപ്പണിയും നിർത്തി. ഭാര്യയും ഭർത്താവും ഇപ്പോൾ മീൻ ബാത്ത് വിറ്റുകൊണ്ടിരുന്നു. അവർ മാർക്കറ്റിൽ ഒരു കടയും തുറന്നു. അവരുടെ മീൻ ബാത്ത് ബിസിനസ് വളരെ സൂപ്പറായി പോയി. പിന്നെ കുറച്ചു നാൾ കൊണ്ട് തന്നെ അപർണ ഗ്രാമത്തിൽ മീൻകടക്കാരി എന്ന പേരിൽ പ്രശസ്തിയായി. ഇപ്പോൾ അവളുടെ കുടുംബം മുഴുവനും ഈ ജോലിയിൽ അവളെ സഹായിച്ചുകൊണ്ടേയിരുന്നു. സുബം രവിയും അനിയനും ചേട്ടനുമാണ്. അവരുടെ അച്ഛനും അമ്മയും മരിച്ച ശേഷം അവർ രണ്ടുപേരുമാണ് വീട്ടിലെ ജോലികളെല്ലാം നോക്കിയിരുന്നത്. വീട്ടിന്റെ പാതി വശത്ത് രവി തന്റെ ഭാര്യയോടൊപ്പം ജീവിച്ചിരുന്നു. ബാക്കിയുള്ള വശത്ത് സുബം തന്റെ ഭാര്യയോടൊപ്പം ജീവിച്ചിരുന്നു. സുബത്തിന്റെ ഭാര്യയുടെ പേര് സാധനയായിരുന്നു. വീട് എങ്ങനെയാണോ രണ്ടായിട്ട് പങ്കുവച്ചത് അതുപോലെ തന്നെ കടയും അവർ രണ്ടായിട്ട് പങ്കുവച്ചിരുന്നു. ആ കടയുടെ നടുവിലായിട്ട് അവർ വലിയൊരു ചുവര് കെട്ടി മറച്ചു. പാതി കടയിൽ രവി ഇസ്തിരിയിടുന്ന ജോലി ചെയ്യുകയായിരുന്നു. ബാക്കിയുള്ള കടയിൽ സുബമും സാധനയും ഹോട്ടൽ നടത്തുകയായിരുന്നു. എന്താ മരുമോളെ, നിങ്ങൾ വന്നോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ചായ ഇട്ട് കൊണ്ടുവരാം. ആ ശരി മോളെ. രവി ശുഭം രണ്ടുപേർക്കിടയിലും യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചു വന്നത്. ചേട്ടാ, നാളെ നമ്മുടെ വീട്ടിൽ ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നത്, നിങ്ങൾ കഴിക്കാൻ വന്നേക്കണം. ആ നിന്റെ ചേട്ടത്തിക്ക് അറിയാതെ ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കോളാം. അല്ല ചേട്ടാ, എന്താ ഇത്? ഞാൻ നിങ്ങൾ രണ്ടുപേർക്കും ചേർത്ത് ചിക്കൻ ഉണ്ടാക്കാം. അയ്യോ, അത് വേണ്ട മോളെ. അതുപോലെ ഒന്നും നീ ചെയ്യരുതേ. എന്റെ ഭാര്യനെ കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അവൾ നിന്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന എനിക്കും കഴിക്കാൻ തരില്ല, അവളും കഴിക്കില്ല. മനസ്സിലായോ? ഇപ്പൊ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നോ നമുക്ക് അത് തന്നെ നല്ലതാണ്. ഇപ്പോഴെനിക്ക് അവൾക്ക് അറിയാതെ തന്നെ നിന്റെ രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, എനിക്ക് അത് മതി മോളെ. ശരിയല്ലേ? ശരി ചേട്ടാ. സാധന രവിക്ക് ചായ നൽകി. പിന്നീട് അവൾ ഹോട്ടലിലെ ജോലി നോക്കാനായി പോയി. കസ്റ്റമേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. ചേച്ചി, 2 ചായ പിന്നെ ഒരു മുട്ടപ്പൊടി മാസും. ശരി സാറേ. സാധന കിച്ചൺ നോക്കി വന്നു. പിന്നെ ശുഭം കസ്റ്റമേഴ്സിനെ നോക്കി. രണ്ടുപേരും ചേർന്ന് ജോലി നോക്കുകയായിരുന്നു. രാവിലെ മുതൽ സന്ധ്യ വരെ അവർ രണ്ടുപേരും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ സന്ധ്യയായതും സാധന എല്ലാവർക്കും വേണ്ടിയും ടിഫൺ ഉണ്ടാക്കുമായിരുന്നു. ചേട്ടാ വരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മുട്ടക്കറി ചെയ്തിട്ടുണ്ട്. ദോ വന്നു മോളെ. സാധന, രവി, സുബം 3 പേരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു. നീ എപ്പോഴും സന്തോഷമായിട്ടുണ്ടാവണം മോളെ. നിന്നെ പോലെയുള്ള നല്ല മരുമകളാണ് എല്ലാ കുടുംബത്തിലേക്കും വരേണ്ടത്. നീ എന്റെ അനിയന് വേണ്ടി എത്ര സഹായിക്കുന്നുണ്ട്, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഒരു പക്ഷേ ഗായത്രി എനിക്ക് ഇതേപോലെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ശരി, കുഴപ്പമില്ലേട്ടാ. അതാ പറയില്ലേ, മുത്തുമലകളിൽ കാണുന്ന എല്ലാ മുത്തും ഒരേപോലെ ഉണ്ടാവില്ല എന്ന്. അതായത് എല്ലാരും ഓരോരോ രീതിയാണ്. അങ്ങനെ രീതിയിലുണ്ടത് നല്ലത് തന്നെയാണ്. ഗായത്രിക്ക് അറിഞ്ഞത് കച്ചറ ഉണ്ടാക്കാനും അടികൂടാൻ മാത്രമാണ്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ഉടനെ അവൾ സ്വത്ത് പിരിച്ച് നിങ്ങളുടെ കൂടെ അടികൂടി. നീ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, അവൾ ഇപ്പോഴും എൻ്റെ കൂടെയാണ് അടികൂടുന്നത്. എൻ്റെ വേദന എനിക്ക് മാത്രമേ അറിയുള്ളൂ. ശരി, അത് വിട്. പക്ഷെ ഞാൻ നിങ്ങളുടെ 2 പേരും വിചാരിച്ച് വളരെ സന്തോഷപ്പെടുന്നുണ്ട്. ആ ദൈവം നിങ്ങൾ 2 പേർക്കും
കുറെ വിജയങ്ങൾ തരാനുണ്ട്. വളരെ നന്ദിയുണ്ട് ചേട്ടാ. ചേട്ടാ, നാളെ ഉച്ചയ്ക്ക് നിങ്ങൾ മറക്കാതെ നമ്മുടെ വീട്ടിലേക്ക് വരണം കേട്ടോ. അത് ഞാൻ തീർച്ചയായിട്ടും മറക്കില്ല. സാധന കൈകൊണ്ട് ഉണ്ടാക്കുന്ന രുചിയുള്ള ചിക്കൻ കറി എങ്ങനെ ഞാൻ വിടാനാ? അടുത്ത ദിവസം രവി തന്റെ ഭാര്യ കാണാതെ മറഞ്ഞു സുബത്തിന്റെ വീട്ടിലേക്ക് ചെന്നു. മോളെ സാധന, സാധന, വേഗം ഭക്ഷണം എടുത്ത് വെക്കും മോളെ. ഞാൻ ഗായത്രി അടുത്ത് കള്ളം പറഞ്ഞിട്ടാ ഇവിടെ വന്നിരിക്കുന്നത്. സുഹൃത്തിന്റെ വീട്ടിൽ കഴിക്കാൻ പോന്നാ ഞാൻ പറഞ്ഞ്. ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം ചേട്ടാ. സാധന 3 പേർക്കും ആഹാരം ഉണ്ടാക്കി വെച്ചു. പിന്നെ 3 പേരും കൂടി വളരെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് ആഹാരം കഴിച്ചു. ഇങ്ങനെ 3 പേരും വളരെ സന്തോഷത്തോടെ ജീവിച്ചു വന്നു. ഒരു ദിവസം സുബം സിറ്റിയിലേക്ക് പോയി സാധനങ്ങൾ വാങ്ങിക്കാനായി ചെന്നു. ചേട്ടാ, ഞാൻ നഗരത്തിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. നിങ്ങൾ കുറച്ച് അങ്ങനെ സാധനം ഒന്ന് ശ്രദ്ധിക്കണം ചേട്ടാ. ഇതൊക്കെ നീ എൻ്റെ അടുത്ത് പറയണം മോനെ. നിക്ക്, 10 മിനിറ്റ് എൻ്റെ ജോലി കഴിഞ്ഞാ ഞാൻ നേരെ അങ്ങോട്ട് തന്നെ പോവാം. അതൊന്നും ആവശ്യമില്ല ചേട്ടാ. സാധന ഒറ്റയ്ക്ക് തന്നെ അവളുടെ എല്ലാ ജോലിയും നോക്കിക്കോളും. ആ എനിക്കെല്ലാം അറിയാം. പക്ഷേ ഞാൻ അവൾക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നീ പോയിക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. ശരി ചേട്ടാ. സുബം അവിടെ നിന്നും പോയി. പിന്നെ രവി തൊട്ടടുത്ത കടയിൽ ജോലി ചെയ്യാനായി തന്റെ കട മൂടിയിട്ട് പോയി. രവി കസ്റ്റമേഴ്സിന്റെ പ്ലേറ്റ് എടുക്കുകയായിരുന്നു. അല്ല ചേട്ടാ, നിങ്ങളിതൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. നീ ഇപ്പോഴവിടെ എന്ത് ചെയ്യുന്നോ നീ അത് പോയി ചെയ്തോളൂ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ കുറച്ച് ജോലി ഞാനും ചെയ്തോളാം. അങ്ങനെ ജോലി ചെയ്തോണ്ട് തന്നെ ഞാൻ നിന്നോട് സംസാരിക്കാലോ. അതും ശരിയാണ്. ഹോട്ടലിലേക്ക് കസ്റ്റമേഴ്സ് വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സാധന ദിവസവും പോലെ കിച്ചൺ നോക്കുകയായിരുന്നു. പിന്നെ രവി കസ്റ്റമേഴ്സിനെ നോക്കുകയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് ഗ്യാസ് തീർന്നുപോയി. അയ്യോ, ഇപ്പോൾ ഞാൻ എന്തു ചെയ്യും? എന്തു പറ്റി സാധന? ചേട്ടാ, ഗ്യാസ് തീർന്നുപോയി. കസ്റ്റമേഴ്സിന്റെ ഓംലെറ്റ് ഓർഡർ ഉണ്ട്. ഇപ്പോൾ എന്തു ചെയ്യാനാ? കസ്റ്റമേഴ്സിനെ തിരിച്ചയക്കണമെന്ന് തോന്നുന്നു. വേണ്ട വേണ്ട, ഇത് കുറച്ചും കൂടി ശരിയല്ല. നീ ഒരു കാര്യം ചെയ്. ഓംലെറ്റ് ചെയ്യാൻ വേണ്ടി നീ മുട്ടയൊക്കെ പൊട്ടിച്ചു വെക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് വിട്ടേക്ക്. സാധന ഒരു പാത്രത്തിൽ മുട്ട ഉടച്ചിട്ടു. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. രവി തന്റെ കടയിൽ നിന്നും ഒരു പുതിയ അയൺ ബോക്സ് എടുത്തുകൊണ്ടുവന്നു. ഈ അയൺ ബോക്സ് വെച്ച് എന്തു ചെയ്യാനാ ചേട്ടാ? നീ കറണ്ട് അടുപ്പുള്ളത് നീ കണ്ടിട്ടുണ്ടോ? അത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഈ അയൺ ബോക്സും. നീ ഓംലെറ്റ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ, അത് ഈ അയൺ ബോക്സിൽ ഒഴിച്ചാൽ മതി. ഇതുകൊണ്ട് ഓംലെറ്റ് ചെയ്യാമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാടോ. രവി അയൺ ബോക്സ് വയർ ബോർഡിൽ കുത്തി. ആ അയൺ ബോക്സ് ചൂടായ ഉടൻ തന്നെ സാധന അതിലേക്ക് ആ കലക്കി വെച്ചിരുന്ന മുട്ട എടുത്തൊഴിച്ചു. ഉടൻ തന്നെ ആ മുട്ട പൊരിഞ്ഞു വലുതായി മാറി. കണ്ടില്ലേ? പിന്നീട് 2 മിനിറ്റിനകം തന്നെ ഓംലെറ്റ് റെഡിയായി. സാധന ഓംലെറ്റ് പ്ലേറ്റിലേക്ക് വെച്ചു. എന്നിട്ട് അത് കസ്റ്റമേഴ്സിനടുത്തേക്ക് കൊണ്ടുപോയി. ഷേടാ, ഇതെന്ത് ഓംലെറ്റ് ആണ്? ത്രികോണ രൂപത്തിലാണല്ലോ ഉള്ളത്. ഇത് പുതിയതാണ് ചേട്ടാ, നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ. ആ കസ്റ്റമർ ഓംലെറ്റ് കഴിച്ചു നോക്കി. അത് നല്ല രുചിയുള്ളതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ശരിക്കും നന്നായിട്ടുണ്ട് മോളെ. പിന്നെ ഇതിന്റെ രൂപവും നന്നായിട്ടുണ്ട്. അത് കണ്ടിട്ട് മറ്റുള്ള കസ്റ്റമേഴ്സും ത്രികോണ ഓംലെറ്റിന് ഓർഡർ നൽകി. എനിക്കും അതുപോലെ ത്രികോണ ഓംലെറ്റ് വേണം. എനിക്കും തരൂ. സാധന തുടർന്ന് ത്രികോണ ഓംലെറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. കസ്റ്റമേഴ്സ് അത് കഴിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം സുബം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്റെ ഹോട്ടലിന്റെ പുറത്തുള്ള ആൾക്കാരെ കണ്ട് അവൻ അതിശയിച്ചു പോയി. ഷേടാ, ഇതെന്താ ഇത്രയും തിരക്ക്? ഇത്രയും കസ്റ്റമേഴ്സ് എന്റെ ചേട്ടന്റെ ത്രികോണ ഓംലെറ്റ് കൊണ്ടാണ് വന്നത്. എന്ത് ത്രികോണ ഓംലെറ്റോ? രവി സുബത്തിനോട് ആ എൺബോക്സ് ഓംലെറ്റിനെ കുറിച്ച് എല്ലാം തന്നെ പറഞ്ഞു. അവിടെ കുറച്ച് നോക്കുമോനെ. ത്രികോണ ഓംലെറ്റ് കഴിക്കാൻ വേണ്ടി എത്ര പേരെ ഇവിടെ ക്യൂല് നിൽക്കുന്ന കണ്ടില്ലേ? എന്റെ ദൈവമേ ചേട്ടാ, നിങ്ങള് വലിയ സംഭവം തന്നെ. പിന്നീട് 3 പേരും ചേർന്ന് കസ്റ്റമേഴ്സിന് ഓംലെറ്റ് നൽകി. ആ ത്രികോണ ഓംലെറ്റ് കാരണം ആ ഹോട്ടൽ വളരെ ഫേമസ് ആയി. സാധനയും സുമമും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. ഒരു ദിവസം രവി തന്റെ വീട്ടിൽ ആഹാരം കഴിക്കുകയായിരുന്നു. നിങ്ങൾ സാധനയും സുബത്തെയും കുറിച്ചൊരു കാര്യം അറിഞ്ഞോ? കേട്ടത് മാത്രല്ല, ഞാൻ കണ്ണോട് കണ്ടതാണ്. അവരുടെ ദാബയിൽ അത്രയും കൂട്ടം അവിടെ നിൽക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, ഒരു പക്ഷേ ഞങ്ങൾ ഭാഗം പിരിവില്ലാന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേര് ചേർന്ന് നന്നായിട്ട് പൈസ ഉണ്ടാക്കി തന്നെ. ശുഭം പോലെ തന്നെ എനിക്കും കയ്യിൽ കുറെ കാശുകളും ഉണ്ടായിട്ടുണ്ടാവും.
നമ്മൾ ഒരു പ്രാവശ്യം ഇതിനെക്കുറിച്ച് സുബത്തിനോട് സംസാരിച്ചാലോ? എന്ത് സംസാരിക്കാനാ പറയുന്നത്? നിങ്ങൾ അദ്ദേഹത്തോട് 2 കടയും ഒന്നിച്ചു ചേർത്ത് വലിയ ഹോട്ടൽ തുടങ്ങാമെന്ന് പറയൂ. പക്ഷേ ഒരു പ്രാവശ്യം കൂടി നീ അടി കൂടിയാൽ അപ്പൊ എന്തു ചെയ്യും? എനിക്കെന്തോ വട്ടാണോ വരുന്ന ലക്ഷ്മിയെ വേണ്ട എന്ന് പറയാൻ? എന്നാ ശരി. രവിക്ക് മനസ്സിനകത്ത് ഒരുപാട് സന്തോഷം തോന്നി. അവന് മുൻപേ ഇത് തന്നെയായിരുന്നു ആഗ്രഹം. കുറച്ചു ദിവസത്തിനകത്ത് 2 കടയും ഒന്നിച്ചു ചേർത്ത് അവരൊരു വലിയ ഹോട്ടൽ തുടങ്ങി. ശുഭം, രവി, സാധന 3 പേരും ഒന്നിച്ചുകൂടി ഹോട്ടൽ നടത്തി. ആ അയൺ ബോക്സ് ഓംലെറ്റിന്റെ സഹായത്തോടു കൂടി അവരുടെ കട മാത്രം വലുതായില്ല, അവരുടെ പിരിഞ്ഞിരുന്ന സ്നേഹവും ഒരുപാട് അധികരിച്ചു.